Hi, I am Sumaya. Welcome to Explora Science. Today we are going to learn about cell and its parts. Okay. First of all, what is mean by cell? Cell. Yes, cell is the structural and functional unit of all organisms. അതായത് സെല്ല് ഒരു ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫാണ്. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഇന്ന് സെല്ലിൻ്റെ സ്ട്രക്ചേഴ്സ് അതല്ലെങ്കിൽ പാർട്സ് നോക്കാം. അതിൽ കുറേ ഓർഗനൽസ്, ഇത് സെല്ലിൻ്റെ ഒരു പിക്ചറാണ്. ഇത് കണ്ടില്ലേ? ഇത് സെല്ലിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തേക്കണം. ഇതിൽ ഒരുപാട് ഓർഗനൽസ് ഉണ്ട്. അപ്പോൾ ഒരു സെല്ല് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓർഗനൽസ് എല്ലാം നല്ല പെർഫെക്റ്റ് ഫങ്ഷനിങ്ങിലായിരിക്കണം. എന്നാൽ മാത്രമേ ഒരു സെല്ല് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് സെല്ലിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കണ്ടില്ലേ? ഇവിടെ ഒരു ബ്ലൂ കളറിൽ, നേവി ബ്ലൂ കളറിൽ കൊടുത്തേക്കണ ഒരു ബൗണ്ടറി സർക്കിൾ കണ്ടില്ലേ? ഇതാണ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ സെൽ മെംബ്രെയിൻ ആണ് സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യണത് കേട്ടോ. വേറെ ഹാംഫുൾ സബ്സ്റ്റൻസ് അകത്തേക്കും പുറത്തേക്കും ഒക്കെ പോകുന്നതിൽ നിന്നും സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സെൽ മെംബ്രെയിൻ ആണ്. സെൽ മെംബ്രെയിൻ. പിന്നെ നെക്സ്റ്റ് ഇവിടെ ഒരു പിങ്ക് കളർ പോർഷൻ, പിങ്ക് കളർ സബ്സ്റ്റൻസ് കണ്ടില്ലേ? ഈ ഒരു ഓർഗനാണ് ലൈസോസോം. ലൈസോസോം. നെക്സ്റ്റ് വൺ ഹിയർ വി ക്യാൻ സി ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ആണ് യെല്ലോ കളറിൽ കാണുന്നതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ കൺട്രോൾ സെന്റർ ആണ്, സെല്ലിന്റെ കൺട്രോൾ സെന്റർ ആണ് ന്യൂക്ലിയസ്. നെക്സ്റ്റ് വൺ ഇവിടത്തെ പർപ്പിൾ കളറിൽ കാണുന്ന ഈ ഒരു ഓർഗനലാണ് വാക്യൂൾ. വാക്യൂൾസ്. ഈ ഒരു ഗ്രീൻ കളറിൽ നെക്സ്റ്റ് ഇവിടെ കണ്ടില്ലേ? ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഒരു ഓർഗനലാണ് പെറോക്സിസോം. നെക്സ്റ്റ് ഇവിടെ സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസത്തിന്റെ അകത്താണ്, സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ്. അതായത് ഈ ജെല്ലി ലൈക്ക് ഫ്ലൂയിഡിന്റെ അകത്താണ് എല്ലാ ഓർഗനൽസും ഫ്ലോട്ട് ചെയ്യണത്. ഒരു പ്ലേ ഗ്രൗണ്ട് പോലെ, ഒരു പ്ലേ ഗ്രൗണ്ടിൽ എല്ലാവരും ടുഗദർ ഒന്നിച്ചുകൂടി വർക്ക് ചെയ്യുന്ന പോലെയാണ് ഈ ഓർഗനൽസ് എല്ലാം ഫ്ലോട്ട് ചെയ്തിട്ട് ചെയ്യണത് സൈറ്റോപ്ലാസത്തിലാണ്. നമുക്ക് സൈറ്റോപ്ലാസം ഇവിടെ മാർക്ക് ചെയ്യാം. സൈറ്റോപ്ലാസം. നെക്സ്റ്റ് ഇവിടെ ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഓർഗനലാണ് ഗോൾജി അപ്പാരറ്റസ്. ഗോൾജി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾജി ബോഡി എന്ന് പറയും. ഓക്കെ. ഹിയർ നെക്സ്റ്റ് നമുക്ക് ഈ മുകളിൽ കാണുന്ന ഒരു പവർ സ്റ്റേഷനാണ് കേട്ടോ ഇത് ഇങ്ങനെ രണ്ടെണ്ണം നമുക്ക് ഈ സെല്ലിനകത്ത് കാണാം. വേറെ പല സെല്ലിൻ്റെയും ഓരോ വലുപ്പത്തിൻ്റെ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ നമ്പേഴ്സിൽ കൂടുതലും കുറയലും. ചിലപ്പോൾ 3 4 അങ്ങനെ കുറേ ഉണ്ടാകും. അതാണ് മൈറ്റോകോൺട്രിയ എന്നാണ് പറയുന്നത്. മൈറ്റോകോൺട്രിയ. ആൻഡ് ഇവിടത്തെ ട്യൂബ്സ് പോലെ, 2 ട്യൂബ്സ് പോലെ കണ്ടില്ലേ? ഇത് ഇവിടെയൊക്കെ ഉണ്ട് ഒരു യെല്ലോ കളറിൽ 2 ട്യൂബ്സ് പോലെ കൊടുത്തേക്കണത്. അതാണ് മൈക്രോ ട്യൂബ്യൂൾസ്. പിന്നെ ഈ നെക്സ്റ്റ് നമുക്ക് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ് നോക്കേണ്ടത്. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലവും ഉണ്ട്, റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലവും ഉണ്ട്. ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയുമ്പോൾ ഈ റെഡ് കളറിൽ ഇവിടെ കൊടുത്തേക്കണ ഇങ്ങനെ വന്നിട്ട് കൊടുത്തേക്കണ ലെയറായിട്ട് പോയേക്കണ അതാണ് ഈ ന്യൂക്ലിയസിന്റെ മുകളിലും താഴെയുമായിട്ട് വന്നിട്ടുണ്ട് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. അതിൽ ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിന്റെ ഇവിടെ യെല്ലോ ഡോട്ട്സ് ഇല്ല. ഇവിടെ അതിന്റെ പൊക്കത്തായിട്ട് യെല്ലോ ഡോട്ട്സ് വന്നേക്കണ, പേൾസ് പോലെ കൊടുത്തേക്കണ യെല്ലോ ഡോട്ട്സ്, അത് റൈബോസോംസ് ആണ്. ഈ റൈബോസോംസിനെ ക്യാരി ചെയ്യണതാണ് റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഇതിന്റെ പൊക്കത്ത്, റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിന്റെ പൊക്കത്ത് ഈ റൈബോസോംസ് ഉണ്ട്. റൈബോസോംസ് ഇല്ലാത്ത ഏരിയയാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയുന്നത്. നമുക്ക്
SER എന്നെഴുതാം. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. പിന്നെ ഇവിടെ ന്യൂക്ലിയസിന്റെ അകത്ത് തന്നെ ഉള്ള ഒരു ഫാക്ടറി, ന്യൂക്ലിയസിന്റെ അകത്ത് പ്രോട്ടീൻസ്, അതായത് റൈബോസോംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ഓർഗനലാണ് ന്യൂക്ലിയോളസ്. ന്യൂക്ലിയോളസ്. പിന്നെ റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ്. ഈ റൈബോസോംസ് ഉള്ള എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ് റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. RER. പിന്നെ ഈ ഡോട്ട്സ് ഇത് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല, റൈബോസോംസ് ആണ് ട്ടോ. അത് റൈബോസോംസ് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നതാണ്. റൈബോസോംസ്. ആൻഡ് ലാസ്റ്റ് വൺ ഇവിടെ കണ്ടില്ലേ, ഒരു ബണ്ടിൽ ഓഫ് സ്റ്റിക്ക് പോലെ നമുക്ക് കാണാൻ പറ്റുന്നത്, ഇങ്ങനെ ഒരു ബണ്ടിൽ പോലെ കാണുന്ന ഈ ഒരു ഓർഗനലാണ് സെൻട്രിയോൾ. സെൽ ഡിവിഷന് സഹായിക്കുന്നതാണ് സെൻട്രിയോൾ. സെൻട്രിയോൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയേക്കണത് പാർട്സ്, സെല്ലിന്റെ കുറെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കിയല്ലേ. സെൽ മെംബ്രെയിൻ, ലൈസോസോം, ന്യൂക്ലിയസ്, ന്യൂക്ലിയസ്, പിന്നെ വാക്യൂൾസ്, പെറോക്സിസോം, സൈറ്റോപ്ലാസം, ഗോൾജി ബോഡി, മൈറ്റോകോൺട്രിയ, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, പിന്നെ മൈക്രോട്യൂബ്യൂൾസ്, ന്യൂക്ലിയോളസ്, പിന്നെ റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, റൈബോസോംസ്, പിന്നെ സെൻട്രിയോൾ. ഈ പാർട്സ് ആണ് നമ്മൾ ഇന്ന് നോക്കിയേക്കുന്നത്. ഇനി ഇതിന്റെ ഓരോന്നും നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഞാൻ പേഴ്സണൽ 1-to-1 ട്യൂഷനും കൊടുക്കുന്നുണ്ട്. അത് കൂടാണ്ട് ബാച്ച് ട്യൂഷനും ഉണ്ട്. ഏതിലാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഈ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഓരോന്ന് ഏത് ഓർഗനലിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ കമൻറ്റിൽ അറിയിക്കുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിന് എക്സ്പ്ലെയിൻ ചെയ്തു തരും കേട്ടോ. ഓക്കെ, താങ്ക് യു.